സംസ്ഥാനത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോ UDF പറയുന്നത് 100 സീറ്റ് നേടും എന്നാണ്. അങ്ങനെ ആഗ്രഹിക്കാനുള്ള അവകാശം UDF-നുണ്ടല്ലോ. 100, 140 പിന്നെ അവകാശപ്പെടാൻ സ്വാഭാവികമായിട്ടും UDF-ന് അധികാരമുണ്ട്. അവർക്ക് അങ്ങനെ ഏതെങ്കിലും UDF സ്ഥാനാർത്ഥി തോൽക്കുമെന്ന് പറഞ്ഞിട്ട് നോമിനേഷൻ കൊടുക്കും. അതിലല്ലോ 140 നോമിനേഷൻ കൊടുക്കണ UDF സ്ഥാനാർത്ഥിയിൽ ജയിക്കുന്നിടത്തല്ലേ കൊടുക്കുക. അപ്പോൾ ഒരു 100 ചുരുക്കിയതിന് ഞാൻ ആദ്യമായിട്ട് UDF-നോട് നന്ദി പറയാം. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 100 ചുരുക്കിയതിന് അവർക്ക് നന്ദി നമ്മൾ പറയേണ്ടതുണ്ട്. പക്ഷേ 100 പറഞ്ഞാൽ സെഞ്ചുറി ആണല്ലോ, ഡക്കും അടിക്കും. പണ്ട് രാഹുൽ ഗാന്ധി നമ്മുടെ ഇവിടെ അമേത്തിയിൽ 0 അടിച്ചല്ലോ, ഡക്ക് അടിച്ചിട്ടാണ് പിന്നെ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ വന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ അമിതമായ പിന്നെ അവകാശവാദം ഉന്നയിക്കാനുള്ള UDF-ന്റെ ആഗ്രഹത്തെ നമ്മൾ നിരാകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്കെല്ലാം അറിയാം, ഇവിടെ ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. കേരളത്തിൻ്റെ പൊതുപുരോഗതിക്ക്, സമാധാനത്തിന്, ഈ വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കിയ ഒരു മനുഷ്യർ തമ്മിലുള്ള സൗഹൃദങ്ങൾ നിലനിർത്തുന്നതിന് നല്ല മുൻകൈ എടുത്തിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ അപ്പോൾ സാധാരണ നിലയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിരോധമുണ്ടാക്കുന്ന ഒന്നും ഈ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പിലും നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഗവൺമെൻറ് നടത്തിയ നല്ല പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞ് ഞങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കും. അങ്ങനെ വിശദീകരിച്ചു കഴിഞ്ഞാൽ UDF തോൽക്കും ചെയ്യും, ഞങ്ങൾ ജയിക്കും ചെയ്യും എന്നുള്ള ഒരു നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് അമിതമാവാതിരിക്കാനുള്ള ജാഗ്രതയും ഞങ്ങൾക്കുണ്ട്. 110 സീറ്റാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തു മന്ത്രിമാർക്കെന്നൊക്കെ പറയുന്നു. അതൊക്കെ നിങ്ങൾ ഇന്നലെ പത്രത്തിൽ ഞാനും വായിച്ചു, ഇങ്ങോട്ടും വായിച്ചു. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മികച്ച ഒരു ഭൂരിപക്ഷത്തിന് വേണ്ടിയില്ലേ ശ്രമിക്കുക. കഴിഞ്ഞ തവണ 100 സീറ്റിൻ്റെ അടുത്ത് കിട്ടിയതാണ്. അതൊന്ന് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത് ആരും കുറ്റം പറയാൻ പാടില്ല. നമുക്കൊന്ന് നോക്കുക. എന്താ സംഭവം? UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിക്കുകയെന്നും പിന്നീട് 1ഉം 2ഉം മാറാടല്ല പല മാറാടുകളും ഉണ്ടാകുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മാറാട്ടിനെ ഉൾപ്പെടെ ഈ ആവശ്യമില്ലാത്ത സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, UDF അധികാരത്തിൽ വരില്ലെന്നേ, പിന്നെ ആ പ്രശ്നം അവസാനിച്ചില്ലേ. നിങ്ങളുടെ ആകാംക്ഷ എന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുന്ന ഭാവി എന്ത് വലിയ പ്രശ്നമൊക്കെ അല്ലേ. ഞാൻ പറഞ്ഞ UDF അധികാരത്തിൽ വരാൻ പോകുന്നില്ല, പിന്നെ നമ്മൾ ഈ പ്രശ്നം വരുന്നുണ്ടോ? പോരെ ഏതാ വന്നു കഴിഞ്ഞാൽ വന്നാൽ എന്നുള്ള ചോദ്യം എന്റെ മുന്നിലില്ല. അത് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ വിമർശനം പറഞ്ഞതിൽ ഒരു ശരികേടുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല് ഇതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ട് വെറുതെ എന്റെ പേരിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതി ചേർക്കട്ടെ. തെരഞ്ഞെടുപ്പ് കാലായോ? അത് നിങ്ങളെന്താ വെച്ചാൽ നിങ്ങൾക്ക് വാർത്ത വേണമെന്നുള്ളൂ. നിങ്ങൾ 1-ാം തീയതി തന്നെ തുടങ്ങി. തെറ്റില്ല. നിങ്ങൾ എല്ലാം ഞാനോട് പൂർത്തീകരിക്കട്ടെ, ഞാൻ ഒന്ന് പൂർത്തീകരിക്കട്ടെ. നിങ്ങൾക്ക് എന്താ ഇത്ര എന്നാ ചോദിക്കും, നമ്മൾ നിൽക്കാം, ചോദിച്ചോളൂ. ഏത് ഞാൻ പറയുന്നത് എന്താ വെച്ചാല് വന്നാലുള്ള കാര്യല്ലേ, വരില്ലല്ലോ പറഞ്ഞ പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ ആ ചോദ്യം തീർന്നോടെ. UDF അധികാരത്തിൽ വരാൻ പോകുന്നില്ല. പിന്നെ വന്നാലുള്ളത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബാലൻ്റെ ഏതോ പരാമർശത്തെ തിരിച്ചു പിടിച്ച് ഒരു വാർത്ത ഉണ്ടാക്കുകയാണ്. അത് പിന്നെ അഭിലഷണീയമായ കാര്യമില്ല. നമ്മളിപ്പോൾ എല്ലാ മാധ്യമങ്ങളും ജനുവരി 1-ാം തീയതി തുടങ്ങി. 1-ാം തീയതി തുടങ്ങിയല്ലോ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഒരു മാധ്യമ അജണ്ട ഉണ്ടാക്കുക. എല്ലാ മാധ്യമങ്ങളൊക്കെ തമ്മിൽ നല്ല മത്സരമല്ലേ, ഈ റേറ്റിങ്ങിന് വേണ്ടിയും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അവരുടെ അതൊരു ചെയ്യാതിരുന്നാലും മോശമാണ്. ഇപ്പം മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് നിത്യ അജണ്ടയാക്കുന്നുണ്ട്, സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്, മുന്നണികളുടെ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. പലതും നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ആ അജണ്ടയ്ക്ക് അനുസരിച്ച് ആണ് ഞങ്ങൾ നീങ്ങുന്നത് എന്ന് ഒന്നുകൂടാ ഞങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. നേതാവും KC വേണുഗോപാലും CPM വർഗീയമായ കാര്യങ്ങൾ പ്രചരണത്തിൽ കൊണ്ടുവരുന്നു എന്നാണ്. എല്ലാം ഓരോന്നും പറഞ്ഞാൽ പോരെ, ഒന്നുമില്ലോ. അപ്പൊ ആദ്യത്തേന് പറയാം. എന്താണ് പിന്നെ ഇയാളല്ലേ KC വേണുഗോപാലും നമ്മുടെ പ്രതിപക്ഷമാണ്. ഈ കേരളത്തില് എല്ലാ വർഗീയതയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ടാൾക്കാരാണ് ഈ പറയുന്നത്. ഈ കേരളത്തെ പൊതുവായി വർഗീയ മലീമസ ബോധത്തിലേക്ക് നയിക്കുന്നതിൽ അതിനിർണായകമായ പങ്കാണ് കേരളത്തിലെ കോൺഗ്രസ് വഹിക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് സ്വന്തം അസ്തിത്വമില്ല. കോൺഗ്രസിൻ്റെ അസ്തിത്വം തന്നെ
വിവിധ വർഗീയതകളുടേതാണ്. ആളുകളെ വർഗീയമായി ചേരി തിരിച്ചാൽ അതിൻ്റെ വിൻഫോൾ പ്രോഫിറ്റ് ഞങ്ങൾക്ക് കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. പൂർണ്ണമായി വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിട്ടുള്ള ഒരു കോൺഗ്രസ് നേതൃത്വമുള്ളത്. വർഗീയത പൂർണ്ണമായി അതിനെ വിഴുങ്ങുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം. അപ്പോൾ എല്ലാ വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ഈ പക്ഷേ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടുകയും അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷങ്ങൾ എന്തോ വലിയ തീവ്രവാദം ചെയ്യുന്നു, ഈ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയാണ് UDF വന്നാൽ അധികാരത്തിൽ വരിക, മാറാട് ആവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM നേതാക്കളാണ്. നിങ്ങളിപ്പോൾ ഒരു 3 ചോദ്യം പേരുണ്ട്. 3 ആളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. CPM-നെതിരായിട്ടൊരു കുറ്റപത്രം തയ്യാറാക്കാൻ വേണ്ടിയുള്ളൊരു ചോദ്യം അത്. CPM ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന് സ്ഥാപിക്കണം. CPM ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പമാണ് എന്ന് സ്ഥാപിക്കണം. CPM ഒരു മോശപ്പെട്ട പാർട്ടിയാണ് എന്ന് സ്ഥാപിക്കണം. ആ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അത്തരം ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്ന പൊളിറ്റിക്കൽ നറേഷൻസ് തയ്യാറാക്കുന്ന ഒരു രാഷ്ട്രീയ കേന്ദ്രത്തിന് വേണ്ടിയുള്ള ഒരു ചോദ്യമാണത്. ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ തലക്കെട്ടുണ്ടാക്കണം.